ഹലോ. അപ്പം ഞങ്ങളിന്ന് പാടത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഇതൊക്കെ കണ്ടോ, എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പാടാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരില്ല, മഴ പെയ്തതിൻ്റെ ശേഷം ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ എപ്പോഴും പാടം കാണിക്കാറുണ്ടല്ലോ, പാടം എപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് ഇടാറുണ്ടല്ലോ. അതൊന്നും ഇവിടുത്തെ ഈ പാടമല്ല കേട്ടോ. അത് ഞങ്ങൾ ഇങ്ങനെ കാൽനട യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന പാടങ്ങളൊക്കെയാണ് അന്നൊക്കെ എടുത്തിരുന്നത്. ഈ പരിസരത്ത് ഈ പാടം ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. വീഡിയോ എടുക്കാനായിട്ട് വരാൻ ടൈമും കിട്ടലില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ, അപ്പം ഇനി മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് വരാം, അപ്പോഴല്ലേ വെള്ളമൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തിടാം കേട്ടോ. ഇപ്പം എന്നിട്ടിപ്പോൾ ഒന്ന് വന്നതാണ്. ഇന്ന് കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, എല്ലാവരുടെ ആ ദൂരത്ത് കാണാണ്ട് കാണുമാവോ. അവിടെ ഉണ്ട്, അവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുട്ടികളും പേരക്കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം വീട് ഇവിടെ ഈ പാടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് വന്നാലാണ് ഈ പാടത്തേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ താമസിക്കുന്നത് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു വരി തന്നെ വേണം. നടക്കാനുള്ള വഴി തന്നെ ഉള്ളൂ, ഒരു 1/2 കിലോമീറ്റർ ഒന്നും ഇല്ല, എന്നാലും വരാനൊരു നേരം കിട്ടണ്ടേ. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നാലാണ് ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് വന്നതാണ്, മക്കളൊക്കെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയ പാടത്തേക്കൊന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാടത്തേക്കൊന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തോടുണ്ട്, ഇവിടെ തോടുണ്ട് കണ്ടോ. തോടുണ്ട്, നല്ല വെള്ളമുണ്ട്. ഇന്നൊക്കെ നല്ല ഉച്ചരിട്ടൊക്കെ നല്ല മഴ പെയ്തതുകൊണ്ട് തോട്ടിന് നല്ല വെള്ളമുണ്ട്. ഇങ്ങനെ നല്ല കേട്ടോ, നല്ല മഴയാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം വരും. പക്ഷെ അധികം നേരം നിൽക്കൂല ഇവിടുത്തെ വെള്ളം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. വെള്ളം വരും, പക്ഷെ അധികം നേരം നിൽക്കൂല, വേഗം വാർന്നിട്ട് വേഗം ഒഴിവാവും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഈ നമ്മളെ ഡാമുകളൊന്നും തുറന്ന വെള്ളങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല, അതൊക്കെ കുറച്ച് അപ്പുറത്താണ് വരികയാണ്. അങ്ങനെ വാഴാനി ഡാം, പീച്ച് ഡാമൊക്കെ തുറന്നിട്ടുള്ള വെള്ളം വരിക, അത് ഇവിടെ ഒന്നും വരില്ല, ഇങ്ങോട്ട് എത്തൂല വെള്ളം. ഇവിടെ നമ്മൾ സാധാരണ ഈ റോട്ടിലൊക്കെ ഉള്ള വെള്ളം തന്നെ, ഈ പാടത്ത് കൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന, നമ്മൾ റോട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളങ്ങൾ ഒഴുകിയിട്ട് ഇങ്ങനെ പോകണം, ആ വെള്ളം തന്നെ ഉണ്ട്. അത് മഴ തോർന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങോട്ട് ഒഴിവാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ശല്യമില്ല ഇവിടെ. എങ്ങനെ മഴ പെയ്താലും വെള്ളത്തിൻ്റെ ശല്യമില്ല ഞങ്ങൾക്ക്, വെള്ളപ്പൊക്കം വരില്ല. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഉരുളപ്പൊട്ടൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല. ഈ പരിസരത്ത് താമസിക്കുന്നവർക്ക് ഇനി പാടത്ത് തന്നെ പാടത്താണ് ഇവിടെ ഒരു വീടുള്ളത്. കണ്ടോ, കാണുന്നുണ്ടോ ഒരു വീട്? കണ്ടില്ലേ, ഒരു വീട് കാണില്ല. ആ വീട് പോലും ഈ പാടത്ത് പിന്നെ ഈ തോടിൻ്റെ വക്കത്താ. ആ വീടിന് പോലും ഒരു ശല്യമില്ല വെള്ളം കൊണ്ട്. എങ്ങനെ മഴ പെയ്താലും ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇവിടെയൊക്കെ പാടത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ട്, വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒന്നും. പിന്നെ അവിടെയൊക്കെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് പാടത്ത്. അവിടെ ഒന്നും വീടുകളുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ പാടത്തേക്കൊന്നും വരാത്തതുകൊണ്ട് ഞാനൊന്നും കാണില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാടങ്ങൾ കാണാണ്ട്, അല്ല പാടല്ല വീടുകൾ കാണാണ്ട്. അപ്പോൾ അവർക്ക് ആ തോടിൻ്റെ അടുത്ത് കൂടെ ഉള്ള വീടുകളാണ്. എന്നാലും ആർക്കും വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല. ധൈര്യമായിട്ടൊക്കെ എങ്ങനെ മഴ പെയ്താലും ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. വീട് ഒലിച്ച് പോവുമോ, അങ്ങോട്ട് വെള്ളം വരുമോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഞങ്ങളെ പാടം, എൻ്റെ പാടം, എൻ്റെ പരിസരത്ത്. മയിൽ കണ്ടാ പോണ്, മയിലുകൾ ഇവരൊക്കെ ഇങ്ങനെ അവരൊക്കെ മുളയാനുള്ളൊരു അവർ കിടക്കുന്ന സ്ഥലമൊക്കെ അന്വേഷിക്കണം അവർ. ഇവിടെ തൊഴിലുറപ്പേരൊന്നും വന്നിട്ടില്ല, തൊഴിലുറപ്പേരൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെയൊക്കെ വൃത്തിയാവും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഈ തോടൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞങ്ങളെ കുടിവെള്ളത്തിൻ്റെ മോട്ടർ പെരയാണ് കേട്ടത്. ഇത് മോട്ടർ പെരയാണ്, എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഇതിൻ്റെ ടാങ്കൊക്കെ ഇരിക്കണത്. പിന്നെ അവിടെ ഒരു ടാങ്കും കൂടി ഇരിക്കുന്നുണ്ടോ.
അത് വേറൊരു മോട്ടോർ പേരയാണ്. അത് മോട്ടോർ പേരും ടാങ്കും കൂടി ഒരുമിച്ചാണ്. ഇത് പക്ഷേ മോട്ടോർ പേര മാത്രമേ ഉള്ളൂ. അത് മോട്ടോർ പേര മാത്രമേ ഉള്ളൂ. ടാങ്ക് എൻ്റെ വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം എൻ്റെ വീഡിയോ എപ്പോൾ കട്ടാവുമെന്ന് അറിയില്ല കേട്ടോ. കട്ടായാൽ ഞാൻ ഒന്നും മിണ്ടാതെ പോയി എന്ന് വിചാരിക്കരുത്. അത് കട്ടാവുന്നത് വരെ അത് അത്രയും നിൽക്കുള്ളൂ. കേട്ടോ ഇവിടൊക്കെ നല്ല വൈബാണ്. ഇവിടെ വൈബാണ്. ഉച്ചരിഞ്ഞ ഈ സമയമൊക്കെ ആയി കഴിഞ്ഞ് ഇപ്പം എത്ര സമയം വെച്ചിട്ടാണ് 5:45 5:45 6:45 ഇട്ടപ്പോൾ സമയം. അപ്പോൾ എൻ്റെ പേരക്കുട്ടികളെല്ലാവരും വന്നിട്ട് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ ഉണ്ട്. ഇതാ ഓടി വരുന്നു ഉണ്ട്. ഹായ് ഇവരൊക്കെ പാടത്തേക്ക് പോയോ എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനം തരില്ല. പാടത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മഴ തോരാതെ വരാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. കാശിന് ചിലവില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവരും കൂടി. അവിടെയൊക്കെ പിള്ളേരുണ്ട്, ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ അങ്ങനെ വന്ന് ആൺപിള്ളേരൊക്കെ അങ്ങനെ വന്ന് ഇരിക്കുന്ന പൂരി കമ്പറ്റി അതൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പിന്നെ അവരുടെ ക്യാരം ബോർഡ് കളിയും അതുപോലെ അങ്ങനെയുള്ള ചുറ്റുകളികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടൊരു ഷെഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ പിള്ളേരൊന്നും ഇല്ലാച്ച ഞങ്ങളും വന്നിരിക്കും കേട്ടോ. ഒരു ഈ നേരമൊക്കെ ആകുമ്പോൾ അതുപോലെ ഉച്ചക്കൊക്കെ നല്ല ചൂട് കാലമൊക്കെ ആകുമ്പോൾ ഒരു കാറ്റുകൊള്ളാനൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും വന്നിരിക്കും, പെണ്ണുങ്ങളൊക്കെ. ആൺപിള്ളേരില്ലാത്തപ്പോൾ പിന്നെ അവർ വന്നാൽ ഞങ്ങൾ എണീറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഓക്കെ, എന്നാൽ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബായ്.